Hi friends, welcome back to Mazin Medias. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലോത്ത് വെച്ച് ഫ്രണ്ടിലും ബാക്കിലും സെൻറ്ററിലും മാത്രം പ്ലീറ്റ് വരുന്ന ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായി ആദ്യം ഞാൻ ഇതിൻ്റെ ലൈനിങ്ങിലാണ് കേട്ടോ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണമല്ലോ. ഇതിൻ്റെ ലൈനിങ്ങും ക്ലോത്തും ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഞാൻ 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം നമുക്കിതിൻ്റെ സ്കേർട്ട് ഭാഗത്തിന് വേണ്ടി ഒരു 32 ഇഞ്ച് വീതിയും ഒരു 30 ഇഞ്ച് നീളമുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കാനാണ് വേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും വേണ്ടിയാണ് ഈ 2 പീസ് കട്ട് ചെയ്തെടുക്കണത്. അങ്ങനെ ഞാനിപ്പോൾ ആ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ബാലൻസ് പീസ് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഈ യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഇതിൽ നിന്നൊരു 11 ഇഞ്ച് വീതിയും ഒരു 17 ഇഞ്ച് നീളമുള്ള ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ പീസ് ഇതിൻ്റെ ഈ ഭാഗത്ത് ഒന്നുകൂടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്കുള്ള പീസ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തുകൊണ്ട് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ സെപ്പറേറ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ 2 പീസ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഷോൾഡറും യോക്ക് പാർട്ടും ആമോളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഷോൾഡർ ഞാനൊരു 7 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 3 ഇഞ്ചിലും അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ചിലും ബാക്ക് നെക്ക് ഒരു 3 ഇഞ്ചിലും ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഈ നെക്കിന് അടയാളപ്പെടുത്തിയ പോയിന്റുകളൊക്കെ യോജിപ്പിച്ച് ഒരു ബോക്സ് രൂപത്തിൽ വരച്ച് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും ഇതുപോലെ തന്നെയാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ആമോളുടെ ഭാഗത ഇവിടെ ഒരു 7 ഇഞ്ചിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചെസ്റ്റ് ഒരു 10 ഇഞ്ചിലും അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. അതിനുശേഷം ഈ ഭാഗം ഒരു ബോക്സ് രൂപത്തിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്ത് അതിനുള്ളിൽ നമുക്ക് ആമോളൊന്ന് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത ഇവിടെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ അടിഭാഗത്ത് ഒരു ഇഞ്ച് കയറ്റി ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കണം കേട്ടോ. ഇനി ഈ ഷോൾഡറിൻ്റെ ഭാഗത ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഒന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കട്ടോ. അതിനുശേഷം നമ്മൾ ഈ വരച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഇതിന് വേണ്ട ബാക്ക് നെക്ക് 2 പീസിലും കൂടി ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു പീസിലാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതിന് വേണ്ട ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അടയാളപ്പെടുത്തിയ ബാക്കി ഭാഗങ്ങളും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനായി നമുക്കിതിൻ്റെ ഈ ബാലൻസ് വന്ന ഈ പീസ് ഉണ്ടല്ലോ, ഇതുപോലെ അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് സ്ലീവ് രണ്ടും കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ മടക്കിയിട്ട് ഈ ഭാഗത്തൊരു 9 ഇഞ്ച് ഇതുപോലെ അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ 9 ഇഞ്ചിന് താഴോട്ടൊരു 3 ഇഞ്ച് ഇതുപോലെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ മാർക്കിൽ നിന്ന് നമ്മുടെ ഈ തുടങ്ങിയ ഈ ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്താൽ മതി. ഇനി ഈ സ്ലീവിൻ്റെ അടിഭാഗത്തൊരു 8 ഇഞ്ചാണ് എടുക്കണത്. ആ 8 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നേരിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്താൽ മതി. ഇനി ഈ പീസിൽ നിന്ന് നമ്മളിപ്പോൾ വരച്ചെടുത്ത ഈ സ്ലീവ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ടോപ്പിന് വേണ്ട എല്ലാ പീസും ഈ ലൈനിങ്ങിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേ അളവിൽ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതിൽ കൂടി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അപ്പോൾ എല്ലാ പീസും ഞാൻ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. യോക്ക് പാർട്ടും സ്ലീവും അതിൻ്റെ സ്കേർട്ടിന് വേണ്ട പീസും എല്ലാം അതേ അളവിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണിത്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ യോക്ക് പാർട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മുടെ ഈ പീസ് അതിൻ്റെ നല്ല ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ലൈനിങ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ ഒന്ന് 1/2 ഇഞ്ച് വിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഈ ബാക്ക് പാർട്ടും ഞാൻ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ 2 പീസിൻ്റെ നെക്ക് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ബാലൻസ് വരുന്ന പീസ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഈ 2 നെക്കിൻ്റെ ഈ അരികെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മറിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടാനാണ് നമ്മൾ ഈ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ 2 പീസും ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഈ ഫ്രണ്ട് പീസ് മാത്രം നമുക്കൊന്ന് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. ഫ്രണ്ട് പീസ് ഇങ്ങനെ മറിച്ചിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ബാക്ക് പീസ് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പീസ് പരത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഷോൾഡർ യോജിപ്പിച്ചെടുക്കാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് ഇതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്നിങ്ങനെ മറിച്ച് കൊടുത്തതിന് ശേഷം ഈ അരികിലൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഈ തയ്യൽ തുമ്പൊന്നും പുറത്തോട്ട് കാണില്ല. അങ്ങനെ ഞാനിപ്പോൾ ആ 2 ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിർത്തി കൊടുത്താൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ ഈ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത് കണ്ടാ. ഈ തയ്യൽ തുമ്പൊന്നും പുറത്തേക്കില്ല, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് തുടങ്ങി ഈ ബാക്ക് നെക്കിൻ്റെ ഈ ഭാഗത്ത് കൂടി ഈ ഷോൾഡറിൻ്റെ ഈ അരിക് വരെ ഒന്ന് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ അത് പരത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്ലീവുകൾ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ ഈ പീസ് ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഈ അരികിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മറിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ അരികെ ഒന്നിങ്ങനെ പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ അതിൻ്റെ ചുറ്റിലും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആ 2 സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ യോക്ക് പാർട്ടിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി ഈ സ്ലീവ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഈ അരിക് രണ്ടും കൂടി ഇങ്ങനെ യോജിപ്പിച്ചൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 സ്ലീവ് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ആ 2 സ്ലീവും ഞാനിപ്പോൾ യോക്ക് പാർട്ടിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഇതിൻ്റെ സ്കേർട്ടിന് വേണ്ട ഭാഗം ഒന്ന് റെഡിയാക്കി എടുത്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കതിനായി കട്ട് ചെയ്ത് വെച്ച ഈ പീസുകളുണ്ടല്ലോ ഈ പീസും ലൈനിങ്ങും കൂടി ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം യോക്ക് പാർട്ടിൽ വെച്ചൊന്ന് ഫ്രില്ലിട്ടെടുത്താൽ മതി. ഇനി നമ്മുടെ ലൈനിങ്ങും ആ പീസും കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിന്നു കുത്തി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ യോക്ക് പാർട്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു 3 ഇഞ്ചോളം ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ പിന്നു കുത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം 2 സൈഡിലും 3 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം ആ സെൻറ്ററിൽ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് ഫ്രില്ലിട്ടെടുത്താൽ മതി. ഇത് ഞാനിത് തുടക്കത്തിൽ പറഞ്ഞല്ലോ സെൻറ്ററിൽ മാത്രം ഫില്ലിട്ടെടുക്കണ ഒരു ടോപ്പാണെന്ന്. അപ്പോൾ ആദ്യം ഒരു 3 ഇഞ്ച് ആ സൈഡിൽ വിട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ സൈഡിൽ 3 ഇഞ്ച് വിട്ട് കൊടുക്കുക. സെൻറ്ററിൽ ബാക്കി വരുന്ന ആ ഭാഗത്ത് മാത്രമേ ഞാനിതിന് ഫ്രില്ലിട്ട് കൊടുക്കണുള്ളൂ. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ല് ഇങ്ങനെ ഇട്ടൊന്ന് പിന്നു കുത്തി കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാവും. അതിന് ശേഷം ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ആ സെൻറ്ററിലുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഫ്രില്ലിട്ട് പിന്നെ ഊത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നീളത്തിലൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട് പീസിനും ബാക്ക് പീസിലും സെൻറ്ററിൽ മാത്രം ചെറിയ ഫ്രില്ലിട്ട് കണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫുള്ള് ഫ്രില്ലിടിനെക്കാട്ടിയും ഭംഗി ഈ സെൻറ്ററിൽ മാത്രം ഫ്രില്ലിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ.
അപ്പോൾ 2 സൈഡിലും പ്ലെയിൻ ആയിട്ട് കിടക്കല്ലേ. അപ്പോൾ അത് ഈ സെൻറ്ററിൽ മാത്രം ഫ്രില്ല് വിടുമ്പോൾ അത് ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് 2 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ, അടി വരെ. അതിന് ശേഷം ഇതിൻ്റെ ഈ അടിഭാഗം ഇതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ 2 ഭാഗം ഈ സ്ലീവിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങി അടി വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇത് 2 സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ യോക്ക് ഭാഗം കഴിഞ്ഞ് ഒരു 2 ഇഞ്ച് താഴെ വരെയാണ് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം 2 സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ഈ നമ്മുടെ ഈ ക്ലോത്തിൻ്റെ അടിഭാഗം ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് മറിച്ചെടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ സെൻറ്ററിൽ പ്ലെയിൻ ആക്കി കൊടുത്തുകൊണ്ട് 2 സൈഡിലും ഇത് ഫ്രില്ലിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനേക്കാളും ചിലപ്പോൾ ഭംഗി ഉണ്ടായാലും ഈ സെൻറ്ററിൽ ഫ്രില്ലിട്ട് എടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.